ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് നമ്മുടെ ഫ്ലാറ്റിലാട്ടാ നമ്മുടെ ഫോർച്യൂണർ അവിടെ താഴെ ഉണ്ട്. നമുക്കപ്പോൾ ഫോർച്യൂണർ എടുത്തിട്ട് നമ്മൾ മീറ്റപ്പ് അല്ല, നമ്മൾ വെറുതെ കൂട്ടുകാരനോട് റൈഡ് പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസും കണ്ടൻസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇത് വീണ്ടും കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും കാണാൻ പറ്റും. കൂട്ടുകാരൻ വണ്ടി. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. ആദ്യം ഫോർച്യൂണറിൽ കയറട്ടെ. അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ വണ്ടിക്ക് ടർബോ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. എവിടെയാണോ അവൻ? അവിടെ വിളിച്ചു ചോദിച്ചോക്കാം. എടാ നീ എവിടെ? ഞാൻ ആ സെയിലിൻ്റെ അവിടെ. അങ്ങോട്ട് വരാം. അപ്പം സെയിലിൻ്റെ അവിടെയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാം. ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വരും, നമ്മൾ വഴി വെച്ച് കാണും. കേസ് ഒരു മിനിറ്റ് കേട്ടോ. അതെ അവൻ വരുന്നുണ്ട്. അവൻ M5 കൊണ്ടാണ് വന്നേക്കണം കേട്ടോ. നമ്മുടെ വണ്ടി ഒന്ന് നന്നാക്കട്ടെ. ശരി. കറക്റ്റ് പാർക്ക് ചെയ്തിട്ട് സെറ്റ് എന്നിട്ട് മറ്റേ പറ്റിട്ട് നമുക്കൊന്ന് റീലൊക്കെ ഷൂട്ട് ചെയ്യാം. അവിടെ വണ്ടി എന്തി ഞാനിവിടെ നിർത്തട്ടെ. നമുക്ക് അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയാം. ഓക്കെ കേസ്, അവനവിടെ മര്യാദക്കിടുന്നുണ്ട്. ഇടിക്കല്ലേന്ന് പറയായിരുന്നു. എടാ ഞാനിടാ, നീ ഇറങ്ങ, ഞാൻ ഇടാ. അവനോട് അവിടെ നിന്ന് ഇറങ്ങിയടാ. ഇറക്കടാ കൊച്ചിറക്ക, ഇറങ്ങിയടാ. എടാ ഒന്ന് ഇറങ്ങടാ മോനെ. എടാ ഒന്ന് ഇറങ്ങിയടാ, ഞാൻ ഇടാ. എടാ വാ എൻ്റെ അടുത്തേക്കോ, ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടേക്ക് എന്നിട്ട് ഡ്രോൺ എടുത്തിട്ട് ഡ്രോൺ ഷോട്ട് എടുക്കാം. എൻ്റെ കാല്, ഞാനൊന്ന് മാറിക്കട്ടെ. എടാ എൻ്റെ അടുത്തേക്ക് വാ. എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ നീ. നമുക്കൊരു ഡ്രോൺ ഷോട്ട് എടുക്കാം. അതേ വണ്ടിയുടെ മേളിൽ കയറുന്ന ചന്തി വെച്ചു. എടാ അങ്ങനെ പിന്നെ എടുക്കാം. നീ ആദ്യം ഒന്ന് ഇങ്ങോട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് വീട്ടിൽ എടുക്കാം. നീ ഇങ്ങോട്ട് വാ. ഡാ ഒരു മിനിറ്റ് ആയില്ല, നീ ഇങ്ങോട്ട് വന്നേ. എൻ്റെ അടുത്തേക്ക് വാ. നമുക്ക് അവിടേക്ക് മാറി ആദ്യം ഇങ്ങനെ നിൽക്കണ ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് വണ്ടി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരുടെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ?
ഓക്കെ ആണെങ്കിൽ തമ്പിട്ടെ ഇതിട്. ഓക്കെ ആണെങ്കിൽ ഇതിട്. അപ്പൊ ഈ നമ്മൾ പുതിയ ഫോർച്യൂണർ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാൻ സമയമാണുള്ളൂ. അയ്യോ. അപ്പൊ ഈ നമുക്കൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞ് നമ്മളിതിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഷൂട്ടാണ്. എടാ ബോണറ്റിന്റെ ഫ്രണ്ടിലേക്ക്. എടാ വണ്ടിയുടെ ബോണറ്റിന്റെ ഫ്രണ്ടിലേക്ക് വാടാ. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ കാണാവേ. എങ്കിൽ വാ, നമുക്ക് വണ്ടി കയറുക, വെറുതെ റൈഡ് പോവാം. നീ എൻ്റെ വണ്ടി എടുത്തോ, ഞാൻ നിൻ്റെ വണ്ടി എടുക്കാം. ഗൈസ്, ഇനി ഇടമൊച്ച ഉണ്ടാവില്ല കേട്ടോ. അവൻ്റെ CPM അക്കൗണ്ട് ഞാൻ കളഞ്ഞു. അയ്യോ ഗൈസ്, അവൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി. കഴിഞ്ഞിട്ട് അങ്ങനെ നന്നാക്കിയേക്കാം. ഡേയ്സ് അവൻ്റെ ഫോട്ടോ കൂടി ഒന്ന് എടുത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ചെക്കൻ ചിലപ്പോൾ സങ്കടമായാലോ. അപ്പറ സൈഡിലാണ് ഡോറ്. അപ്പറ സൈഡിലാണ് ഡ്രൈവറിന്റെ സ്ഥലം. അപ്പുറത്ത് പോ. ചേച്ചി അങ്ങോട്ടേ പോണ. നമുക്ക് 2 ഡ്രിഫ്റ്റ് കാഴ്ച വയ്ക്കാം ഇതിലൂടെ. ജിതി നീല സ്മോക്ക് അവൻ കയറ്റിണ്ടായ, എന്നോട് പറഞ്ഞില്ലല്ലോ. ചക്കമന്തി. അപ്പൊ നമുക്ക് ഈ ഇഗ്നോർ പ്ലെയർ അത് കളഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ്റെ കൂടെ വരാം. നമുക്കിനി നമ്മുടെ ചെക്കൻ്റെ അടുത്തോണ്ട് പോവാം. അങ്ങോട്ട് ചെക്കൻ BMW ഞാനായിട്ട് ചെക്കന് മേടിച്ചു കൊടുത്ത ചെക്കന്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവന് ഞാൻ കുറേ വണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കാണിക്കാനൊന്നും പറ്റില്ല. അവൻ പറഞ്ഞു കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഇങ്ങനെ റൈഡ് പോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ താഴെ വെറുതെ എന്നെ കറങ്ങിയിട്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് ഇത് കൊല്ലാൻ പോണു. മെല്ലൊക്കെ പോടാ.
പറഞ്ഞിട്ട് കേക്കണേടാ, ചക്കൻ കത്തിച്ചിട്ട് പോവാണ്. നമുക്ക് മുറകെ വെച്ച് പിടിക്കാം. അപ്പൊ ഈ M5 നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ. നല്ല രസമുണ്ട്, കിടിലൻ സാധനമാണ്. അപ്പൊ നമുക്ക് ഈ ഇത് ഏതാണോ അവൻ ഉണ്ടാക്കിയ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. അവൻ കസ്റ്റമൈസ്ഡ് നമ്പർ പ്ലേറ്റ് ആണ്, കസ്റ്റം നമ്പറാണ്. പിന്നെ ഇത് വേറെ ആർക്കും കിട്ടാൻ ചാൻസ് കുറവാണ് ഈ നമ്പർ പ്ലേറ്റ്. അതങ്ങനെ കസ്റ്റമായിട്ട് അവന് മാത്രം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. കാരണം ചെക്കൻ അവിടുത്തെ പ്രീമിയം കസ്റ്റമറാണ്. ചെയ്യാം ചെക്കൻ അവിടുത്തെ റിച്ച് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നോക്കണ്ട കേട്ടാ. ഇവിടെ 2 അലമ്പ് പിള്ളേരുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടാ. ഓ വണ്ടി കാട്ടി കയറി. ഞാൻ നോക്കിയില്ലായിരുന്നു, ഞാൻ അവൻ്റെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അവനോട് പറയണ്ട കേട്ടോ വണ്ടി അടിച്ച കാര്യം. അവൻ പറഞ്ഞു ഞാൻ വിട്ടും കഷ്ടപ്പെട്ട് അവൻ കുറെ കാശ് കൊടുത്ത് ഉണ്ടാക്കിയതുണ്ട് വണ്ടി. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ വഴി കത്തിച്ചിട്ട് പോവാ. അതെ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെറ്റ് പോയെന്നാണ്, ചെക്കനെ നെറ്റ് ഓഫ് ആയെന്ന് തോന്നുന്നു. ഇതെന്താ നിന്റെ വണ്ടി പൊട്ടാത്ത? ഇപ്പൊ പൊട്ടണല്ലോ. എക്സോസ്റ്റ് നീ ഓഫ് ആക്കി വെച്ചേക്കുവാ. അപ്പൊ ഇവിടെ 2 അലമ്പ് പിള്ളേര് ഇവിടെ ഒച്ചപ്പാടില്ലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അവന് കാണാനില്ലല്ലോ. വരുന്നുണ്ട്. അപ്പൊ ശരിയായി. എക്സോസ്റ്റ് കുറച്ച് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ദിവസത്തേക്ക് ഇനി ഉണ്ടാവില്ല. കുറെ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് വീഡിയോത്തെ. അപ്പൊ നിങ്ങളെ ലൈക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വീഡിയോ ഇടും, അത് കുഴപ്പമില്ല. ഇത്രയൊന്നും പിന്നെ ഫോണിന്ന് നമ്മളെൻ്റെ കയ്യിലായിരുന്നു. അയ്യോ ഇതിന്റെ മേളിൽ പോകണോ ഇതിന്റെ മേളിൽ പോയി നോക്കാട്ടാ. അവിടെ എന്താണ്ടൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ഓഫ് റോഡ് വീഡിയോ നമ്മൾ ഫോർച്യൂണർ കൊണ്ട് പോകണുണ്ടാവും. അവന് ഫോർച്യൂണർ അതുകൊണ്ടാവും ചിലപ്പോ എടുത്തിട്ടായിരിക്കും. സത്യമില്ലാന്ന് തോന്നുന്നു. സാധ്യതയൊന്നുമില്ല. റോബിന് അവൻ പോയി നമുക്ക് മുന്നേ വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാം. ഇവിടെ എന്തോ പ്രേതവാദമൊക്കെ ഉള്ളതെന്ന് കേട്ട എനിക്ക് തോന്നുന്നു അവനെ പ്രേതം എസ്കേപ്പ് ആയാലോ.
ഇത് പിസ്റ്റൾ എടുത്ത് ഡിക്കിലെടുക്കാം. ഞാനും ഗ്ലിച്ചായ നമ്മുടെ നെറ്റൊന്ന് പോയതാണ്. അപ്പൊ നമ്മള് വേറെ റൂമിൽ കയറി പബ്ലിക് റൂം ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു കുടുംബ